നമസ്കാരം. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കൊടൂര കുറ്റകൃത്യം നടന്നു. ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ബൽറാം സാർ വരികയാണ്. അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ബൽറാം സാറിൻ്റെ മുന്നിൽ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടായത്. രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ആ പോലീസ് ഓഫീസർ നിന്നു. ഒന്നാമത്തെ ചോദ്യം, മാധവൻ നായരുടെ, അതായത് കൊല ചെയ്യപ്പെട്ട ആളുടെ ശരീരമുണ്ട്, പക്ഷേ ലിംഗം കിട്ടിയിട്ടില്ല. രണ്ട്, ഈശ്വര പണിക്കരുടെ, മൂപ്പർക്കൊപ്പമുള്ള ആളുടെ ശരീരമുണ്ട്, പക്ഷെ തല കിട്ടിയിട്ടില്ല. ഇത് രണ്ടും കണ്ടെത്തണം. ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ് എത്തുക? ആകാംക്ഷാഭരിതമായൊരു കഥയാണ് അത്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ മാതംഗലീല എന്ന നോവൽ വായിച്ചപ്പോൾ അതിനെക്കുറിച്ച് എന്നെ ഏറ്റവും ആകർഷിച്ച ഏറ്റവും ഗംഭീരമായ കഥാഭാഗം അതായിരുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോടുകൂടി സംസാരിക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും മുമ്പ് ആ കഥ നിങ്ങളറിയണം. എവിടെ ലിംഗം, എവിടെ തല? ഏച്ചിക്കാനം ഗംഭീരമായി സിനിമാറ്റിക്കായി പറഞ്ഞു വെച്ച ഒരു കഥയാണ്. മാധവൻ നായർ ജന്മിയായിരുന്നു. അയാൾ ആഗ്രഹിച്ചാൽ സ്ത്രീകൾ വഴങ്ങുക എന്നതാണ് നാട്ടിലെ വിധി. ബാലകൃഷ്ണൻ്റെ കാമുകി ഷെൽവിയുടെ അടുത്തേക്കാണ് അന്ന് അയാൾ പോയത്. പെണ്ണിനെ ഇരുത്തി അയാൾ തൻ്റെ ലീലാവിലാസങ്ങളുടെ കെട്ടഴിക്കും. ഇതാണ് പതിവ്. ക്രൂരതയുടെ പിന്നിൽ ലൈംഗിക ചോദന കലയുടെ വീരസ്യങ്ങൾ. ഷെൽവിക്ക് മുന്നിൽ അയാൾ തൻ്റെ വീരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുറത്തു നിന്നും ബാലകൃഷ്ണൻ്റെ ശബ്ദം കേട്ടു. യശ്മാനെ, ഇളനീര്, അതായത് ഇതിൻ്റെ ഇടയിൽ ഇളനീര് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് വിചാരിച്ച് മടിയിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിന് നേരെ നടക്കുമ്പോൾ ഷെൽവിയോട് മാധവൻ നായർ ചോദിച്ചു, നീ സൊല്ലറി, ഉനക്ക് 6 വാട്ടി വേണമാ, ആന 5 പൊതുമാ? ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ വാതിൽ തുറന്നതും ബാലകൃഷ്ണൻ ഇരുട്ടിൽ നിന്ന് ചെത്തിയ കരിക്കെടുത്ത് മാധവൻ നായരുടെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. അതിലേക്ക് മാധവൻ നായർ നോക്കിയതും ഒരലർച്ചയോടെ അയാൾ പിന്നോക്കം ഞെട്ടി മറിഞ്ഞു വീണു. കയ്യിൽ നിന്ന് തെറിച്ചുപോയ കരിക്ക് ഉരുണ്ടിങ്ങനെ ഷെൽവിയുടെ കാൽക്കീഴിൽ വന്ന് നിന്നു. അവൾ നോക്കി. അത് ഈശ്വര പണിക്കരുടെ തലയായിരുന്നു. ഈ സമയം ശങ്കുണ്ണിയും സംഘവും അകത്തേക്ക് ഇരച്ചു കയറി. എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയ മാധവൻ നായരെ അവർ എടുത്ത് കട്ടിലിൽ കിടത്തി. ശങ്കുണ്ണിയുടെ കയ്യിൽ മൂർച്ചയുള്ള കത്തി മാധവൻ നായരുടെ വെളുത്ത നാഭിയിൽ നിന്ന് വെളുത്ത രോമങ്ങളെ അറുത്ത് പതുക്കെ താഴേക്കിറങ്ങി. അരുത്! മാധവൻ നായർ കുതറിയെങ്കിലും അടുത്ത നിമിഷം തൻ്റെ പുരുഷത്വം ദേഹം വെടിഞ്ഞ് താഴെ വീഴുന്നതും അയാൾ അറിഞ്ഞു. ഷെൽവിയും ബാലകൃഷ്ണനും പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അതാണ് അന്ന് അവിടെ സംഭവിച്ചത്. ആ കൊടൂര കുറ്റകൃത്യം അന്വേഷിക്കാനാണ് ഇപ്പോൾ ബൽറാം സാർ വന്നത്. അതുവരെ ഇക്കാലം അത്രയും കണ്ട പെണ്ണുങ്ങളുടെയും തൊഴിലാളികളുടെയും ഐത്തജാതിക്കാരുടെയും നേർക്കുണ്ടായ അതിക്രമങ്ങളൊന്നും തിരിച്ചറിയാത്ത പോലീസ് ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ വരികയാണ്. പാങ്ങോട് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ ബൽറാം സാർ ആരംഭിച്ച അന്വേഷണം 2 കാര്യങ്ങൾ തേടി. നേരത്തെ പറഞ്ഞതുപോലെ മാധവൻ നായരുടെ ലിംഗം, ഈശ്വര പണിക്കരുടെ തല. ഇത് രണ്ടും ബൽറാം സാറിനും സംഘത്തിനും കിട്ടുമോ? ആ അന്വേഷണം നമ്മളെ കേരളത്തിൻ്റെ ഒരു ഭൂതകാലത്തിലേക്കാണ് എത്തിക്കുക. സന്തോഷ് ഏച്ചിക്കാനം നമ്മളെ കൊണ്ട് അവിടെ നിർത്തി എല്ലാം കാണിച്ചു തരും. അവിടേക്ക് ആ ജന്മിത്വ കാലം മൂപ്പരെ കൊണ്ടുവന്ന് തരും. പാലക്കാടാണ് മാതംഗലീല നടക്കുന്ന കഥാപരിസരം. പാലക്കാടൻ ഭാഷ രസകരമായി നോവലിൽ പ്രയോഗിച്ചിട്ടുണ്ട്. പാങ്ങോട് മാധവൻ നായർ എന്ന ജന്മിയാണ് കേന്ദ്രം എന്ന് പറഞ്ഞല്ലോ. അയാളും അയാളുടെ അളിയൻ ഈശ്വര പണിക്കരും അയാളുടെ അധികാരത്തിൻ്റെ ആഘോഷം നാട്ടിൽ നടക്കുന്ന കാലമായിരുന്നു. കൊടിയ ക്രൂരതകളുടെ വിളനിലമായിരുന്നു. സ്ത്രീകളോട്, കീഴ്ജാതിക്കാരോട്, തൊഴിലാളികളോട് ക്രൂരതയുടെ കഥ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് വിവരിക്കാൻ കഴിയും. അത് ഞാൻ പറയാം. നോവലിൽ ഒരിടത്ത് പറയുന്ന കഥ. കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു. അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന കൂലിയിൽ നിന്ന് 25 പൈസ അധികം ചോദിച്ചതിന് തോട്ടത്തിലെ സ്ഥിരം പണിക്കാരിയായ ഒരു മലയത്തിയുടെ ഉടുതുണി മാധവൻ നായരും അളിയനും കൂടി കീറിക്കളഞ്ഞു. അളിയൻ ഈശ്വര പണിക്കർ. എന്നിട്ട് ആ പെണ്ണിനെ വീട്ടുമുറ്റത്തെ തെങ്ങിൽ കെട്ടിയിട്ട് മുലക്കണ്ണ് പാക്കുവെട്ടിക്കൊണ്ട് കത്തിരിച്ചു കളഞ്ഞു. അത്ര ക്രൂരനായിരുന്നു മാധവൻ നായരും ഈശ്വര പണിക്കരും. ആ ഈശ്വര പണിക്കരുടെ തലയാണ് നേരത്തെ നമ്മൾ കണ്ട തല. മാധവൻ നായരുടേത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ജന്മിയുടെ വഴിയായിരുന്നു. തന്നെ എതിർത്തവരുടെ കൂട്ടത്തിൽ ഒരു ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു. ബാലകൃഷ്ണൻ ഒടിവിദ്യയിലൂടെ അനായാസമായി അതിശക്തനായി മാറി. തിരുമിറ്റക്കോട് ബാലകൃഷ്ണൻ. പിന്നെ അയാളുടെ പ്രതികാരത്തിൻ്റെ കാലമായിരുന്നു. അധികാരത്തിൻ്റെ ചിഹ്നങ്ങളെ ബാലകൃഷ്ണൻ മാറി മാറി ആക്രമിച്ചു. ബാലകൃഷ്ണനായും തിരുമിറ്റക്കോട് ബാലകൃഷ്ണനായും. എന്നാൽ പിന്നെയാണ് ആൻറ്റി ക്ലൈമാക്സ്. എന്ത് കണ്ടാലും ആക്രമിക്കാൻ ബാലകൃഷ്ണൻ വെമ്പി. പ്രതികാരത്തിൻ്റെ മൂർത്തഭാവം അധികാരത്തിൻ്റെ ലഹരിയായി മാറി. അധികാരത്തിനെതിരെ പോരാടിയ ആൾ അധികാരത്തിൻ്റെ പ്രതീകമാകുന്ന കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടല്ലോ. ഇവിടെ ബാലകൃഷ്ണൻ പലപ്പോഴും അത്തരമൊരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒടുവിൽ ആളുകൾ തിരുമിറ്റക്കോട് ബാലകൃഷ്ണൻ പാങ്ങോട് മാധവൻ നായർ എന്നൊരു പേരും കൂടി ചാർത്തി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടെ ആൻറ്റി ക്ലൈമാക്സ് പൂർണ്ണം. അതായത് പാങ്ങോട് മാധവൻ നായർക്കെതിരെ പോരാടിയ ബാലകൃഷ്ണൻ പിന്നീട് സംഭവിക്കുന്ന പരിണാമം. മാതംഗലീല പേരുപോലെ മാതംഗത്തിൻ്റെ ലീലയാണ് തിരുമിറ്റക്കോട് ബാലകൃഷ്ണൻ്റെ. 16-ാം നൂറ്റാണ്ടിൽ തിരുമംഗലത്ത് നീലകണ്ഠൻ മുസുതിരയിച്ച ആനയെക്കുറിച്ചുള്ള സമഗ്ര കാവ്യമാണ് മാതംഗം.
മാതംഗലീല. ഇന്നിപ്പോൾ സന്തോഷ് ഏച്ചിക്കാനം തൻ്റെ നോവലിനും ആ പേരിടുമ്പോൾ അത് കാലത്തെ അതിജീവിച്ച പ്രയോഗമായി മാറുകയാണ്. അധികാരത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ കഥയായി മാറുകയാണ്. അത് പറയുമ്പോൾ തന്നെ അധികാരത്തിനെതിരെ ജാതീയതയ്ക്കെതിരായ സമരം കൂടിയായി മാതംഗലീല മാറുന്നുണ്ട്. 80കളിൽ കേരളം കടന്നു വന്ന അതിദാരിദ്ര്യത്തിൻ്റെ വഴികളിലൂടെയാണ് മാതംഗലീല സഞ്ചരിക്കുന്നത്. അവിടെ ചവിട്ടിയരക്കപ്പെട്ട വിശപ്പിൻ്റെ വേദന മനുഷ്യൻ്റെ വേദന തന്നെയായി മാറി. ഇന്നത്തെ കേരളത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ പൂർവികർ കടന്നു വന്ന അനുഭവിച്ച കെടുതികളുടെ അടയാളം മാതംഗലീലയിൽ ഉണ്ട്. അതിനെതിരായ സമരം എങ്ങനെയെല്ലാം ചവിട്ടിമെതിക്കപ്പെട്ടു എന്നും എത്രമാത്രം കഠിനമായിരുന്നു എന്നും എങ്ങനെ മനുഷ്യൻ അതിനെ മറികടന്നു എന്നും നോവൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകൾ, നക്സലേറ്റുകൾ, പോലീസ്, ജന്മിമാർ, ഫുട്ബോൾ, ഗാരിഞ്ച, മത അതിരുകൾ കടന്നുള്ള പ്രണയമൊക്കെ കടന്നു വരുന്നുണ്ട്. വർത്തമാന കാലമാണോ അത് എന്ന് വീണ്ടും നമുക്ക് തോന്നിപ്പിക്കാവുന്ന ചില സൂചനകളൊക്കെ ഉണ്ട്. ഇത് ഒടിയൻ സിനിമയുടെ പോസ്റ്ററാണ്. ഒടിവിദ്യകളിലൂടെ ആളുകളെ കുരുക്കുന്ന വില്ലന്റെ കഥയാണ് ഒടിയൻ സങ്കല്പത്തിൽ. പൃഥ്വിരാജിന്റെ ഒടിയൻ ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ മോഹൻലാലിന്റെ ഒടിയൻ. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ഭ്രമയുഗം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഭ്രമയുഗത്തിലെ വില്ലൻ പക്ഷേ ചാത്തനാണ്. സിനിമയുടെ ഭാവുകത്വത്തിനപ്പുറത്ത് ഉള്ളടക്കത്തിലേക്ക് പോയാൽ കാര്യമായ വിയോജിപ്പുകൾ വിശകലനം ചെയ്യാൻ ഇടയുള്ളൊരു സിനിമയാണ്. അത്ര ആഴത്തിൽ പറയണോ വേണ്ടയോ എന്നൊക്കെ സിനിമയുടെ കാര്യത്തിൽ ചിലർ ചോദിക്കും. എന്നാൽ പറയേണ്ട സമയത്ത് അനിവാര്യമായ ഘട്ടങ്ങളിൽ അതൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. അടിമ ജീവിതത്തിൻ്റെ പ്രതീകങ്ങളെ തിന്മയുടെ അവതാരങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ ഒരു ചിത്രം തന്നെ മായ്ച്ചു കളയുന്ന പദ്ധതികൾ തിരിച്ചറിയുക എന്നുണ്ടല്ലോ. മാതംഗലീല ആ ഭൂതകാലത്തെ പുനർവായിക്കുകയാണ്. ഒരുപക്ഷെ ഭ്രമയുഗം അടയാളപ്പെടുത്തിയ ചാത്തൻ എന്ന വില്ലൻ്റെ ആ ഒരു പ്രതീകത്തിൻ്റെ ഭാവുകത്വത്തെ മാറ്റി വായിക്കുകയാണ്, പുനർവായിക്കുകയാണ്. ഒടിയൻ എന്താണ് എന്ന് വായിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അയിത്തമൊക്കെ ഉന്മൂലനം ചെയ്ത് നാം പുതിയ കാലത്തേക്ക് സഞ്ചരിച്ചു എന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഉള്ളിൽ കടന്നു കയറി രൂഢമൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിന്നടത്തത്തിനുള്ള പ്രവണതയുടെ അവശേഷിപ്പ് മലയാളിയുടെ ചുറ്റുപാടും അല്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടേക്കാണ് മാതംഗലീല ജാതിയുടെ ഒളിയാക്രമണത്തെ പ്രതിരോധിക്കാൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത്. നോവലിൽ തെച്ചോരൻ എന്നൊരു കഥാപാത്രമുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് തല്ലുകൊണ്ട് ചത്ത അപ്പൻ്റെ മകൻ. തെച്ചോരന് ഒടിവിദ്യ ജാതീയതയ്ക്കെതിരായുള്ള സമരമായിരുന്നു. ആദ്യം അയാൾ പണം കൊണ്ട് ജാതി ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട്. അതിനായി കഞ്ചാവ് കൃഷി വരെ ചെയ്യുന്നുണ്ട്. എന്നാൽ പണം കൊണ്ട് ജാതി ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിന്നീടാണ് ഒടിവിദ്യയെ ആയുധമാക്കുന്നത്. തന്നെ പണ്ട് അപമാനിച്ചിറക്കി വിട്ട അതേ തേക്കാട്ടില്ലത്തേക്ക് തെച്ചോരൻ പോകുന്നുണ്ട് ഒടിവിദ്യക്കായി. അയിത്ത ജാതിക്കാരെ അകത്ത് കയറ്റാത്ത ഇല്ലത്തിൻ്റെ അകത്തേക്ക് ഒടിവിദ്യക്കായി തെച്ചോരന് വാതിൽ തുറക്കപ്പെടുകയാണ്. അയാൾ അധികാരത്തിൻ്റെ ഗോവണിപ്പടിയിൽ ഉറക്ക ചവിട്ടിങ്ങനെ 1ാം നിലയിലേക്ക് കയറുമ്പോൾ അയാൾ അവിടെ തൻ്റെ ഇടം സ്ഥാപിക്കുന്നുണ്ട്. ചവിട്ടി ചവിട്ടി ശബ്ദം ഉണ്ടാക്കി, അധികാരത്തിൻ്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഭൂതകാലത്തിൻ്റെ പ്രതീകമായി അവിടെ 2 പേരുടെ കൊലപാതകവും അയാൾ നടത്തുകയാണ്. അങ്ങനെ ജാത്യുന്മൂലനം എന്ന തൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് അയാൾ പാർവതി എന്ന നമ്പൂതിരി സ്ത്രീയുടെ ശരീരത്തിലേക്ക് അയിത്തജാതിക്കാരിയായ ചിത്തിരശെൽവിയുടെ ആത്മാവ് കുടിയിരുത്തിക്കൊണ്ട് നടത്തുന്നത്. ആത്യന്തികമായി അധികാരം നിലനിർത്താൻ അയിത്തവും ജാതീയതയും കൊണ്ട് നടന്ന പാങ്ങോട് മാധവന്മാരോടുള്ള യുദ്ധമായിരുന്നു തെച്ചോരന് ഒടി. ഒടുവിൽ അതേ യുദ്ധത്തിനായി അയാളുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നുണ്ട്. തെച്ചോരൻ നേരത്തെ തന്നെ പ്രവചനാത്മകമായി അത് പറഞ്ഞിട്ടുമുണ്ട്. വേറെവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കണതിൻ്റെ പേരാണ് ഒടി എന്ന്, മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നതിൻ്റെ പേരാണ് ഒടി എന്ന്. തെച്ചോരന്മാരുടെ ജീവനുമേൽ പുതിയ കാലത്ത് ബ്രാഹ്മണ്യം ആധിപത്യം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴും പുതിയ പോരാട്ടങ്ങളും ഉയർക്കും എന്ന ഓർമ്മപ്പെടുത്തൽ നോവൽ നമുക്ക് മുന്നിൽ വെക്കുന്നു. സമ്പൂർണ്ണമായി ഒരു വിമർശകൻ്റെ, സാഹിത്യ വിമർശകൻ്റെ ഭാവത്തിൽ മാതംഗലീലയെ വിലയിരുത്തി നിങ്ങളോട് പറയാൻ ഞാൻ ആളല്ല. പകരം ഒരു വായനക്കാരെന്നുള്ള ആൾക്ക് ആസ്വാദ്യത നിങ്ങളിലേക്ക് പകരുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഉഗ്ര അനുഭവമാണ് അടുത്ത കാലത്തെ വായനയിൽ നിന്ന് കിട്ടിയ എടുത്തു പറയേണ്ട അനുഭവം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മാതംഗലീല വായിച്ചാൽ നഷ്ടമാകില്ല എന്നാണ് എൻ്റെ അനുഭവം. നിങ്ങളുടെ അനുഭവം നമുക്ക് ചർച്ച ചെയ്യാം, കമൻറ്റിൽ രേഖപ്പെടുത്തുക. വായനയെക്കുറിച്ച് എന്തും പറയാം. നന്ദി, നമസ്കാരം. പുസ്തകപ്പുഴുവിൽ മറ്റൊരു വീഡിയോയുമായി, പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ വരാം. നന്ദി, നമസ്കാരം.